5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പുതിയ പാഠഭാഗത്തെക്കുറിച്ചാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത്. ഇക്കായി ദോയിലെ ആദ്യ പാഠഭാഗമാണ് ചാന്ദ് കെ സാത്ത്. ചാന്ദ് എന്ന് പറഞ്ഞാൽ അർത്ഥം ചന്ദ്രൻ. ചാന്ദ് ചന്ദ്രൻ, കെ സാത്ത് കൂടെ, ചാന്ദ് കെ സാത്ത് ചന്ദ്രനോടൊപ്പം. അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ക്യാ ഹുവാ, കൈസെ ഹുവാ. ക്യാ ഹുവാ എന്ന് വെച്ചാൽ ക്യാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്ത്. ക്യാ ഹുവാ എന്ത് സംഭവിച്ചു, കൈസെ ഹുവാ എങ്ങനെ സംഭവിച്ചു. അങ്ങനെ 2 ക്വസ്റ്റ്യനാണ് കൊടുത്തിട്ടുള്ളത്. ഒരു പിക്ചർ ഇവിടെ കാണുന്നുണ്ട് അല്ലേ. ആദ്യം നമുക്ക് ഈ ചിത്രത്തിൽ എന്തെല്ലാമാണ് കാണുന്നതെന്ന് നോക്കാം. ചിത്രമേ ക്യാ ക്യാ ഹേ? സൈക്കിൾ, ഗായ്, ലഡ്ക, പേട്. സൈക്കിൾ കാണുന്നുണ്ട്. ഒരു ആൺകുട്ടീനെ ഹിന്ദിയിൽ ലഡ്ക എന്നാണ് പറയുക. ലഡ്ക ആൺകുട്ടി. ഗായ് പശു. പേട് മരം. പിന്നെ ഒരു പോസ്റ്റർ കാണുന്നുണ്ട് ഇവിടെ അല്ലേ. പോസ്റ്റർ. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചിത്രത്തിൽ കാണുന്നത്. എന്തിൻ്റെ പോസ്റ്ററാണ് നിങ്ങൾ കാണുന്നത്? നിങ്ങൾ കാണാറുണ്ട് ഇതേപോലെ പോസ്റ്ററുകളൊക്കെ? നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഇതേപോലെ ഓരോ പരസ്യങ്ങളുടെ പോസ്റ്റർ വെച്ചിട്ടുണ്ടാവും അല്ലേ. ഇവിടെ വെച്ചിരിക്കുന്ന പരസ്യം സോപ്പിൻ്റെ പരസ്യമാണ്. സോപ്പിന് ഹിന്ദിയിൽ സാബുൻ എന്നാണ് പറയുന്നത്. സാബുൻ, സോപ്പ്. അപ്പോൾ എന്തെല്ലാം നമ്മൾ ഈ ചിത്രമേ ക്യാ ഹേ ചിത്രത്തിൽ എന്തെല്ലാം ഉള്ളത്? സൈക്കിൾ, ഗായ്, ലഡ്ക, പേട്, പോസ്റ്റർ. ഒന്നും കൂടെ പറഞ്ഞുതരാം. ചിത്രമേ ക്യാ ഹേ ചിത്രത്തിൽ എന്തെല്ലാമാണ് ഉള്ളത്? സൈക്കിൾ, ഗായ്, ലഡ്ക, പേട്, പോസ്റ്റർ. സടക്ക് പർ ക്യാ ഹേ റോഡിൽ എന്തെല്ലാം ഉണ്ട്? സടക്ക് പർ റോഡിൽ എന്തെല്ലാം കാണാം? ഗായ്, സൈക്കിൾ, ലഡ്ക, കേലേക്ക, ചിൽക്ക. ഇവിടെ ഒരു പഴത്തൊലി കിടക്കുന്നതുണ്ട. കേലേക്ക, ചിൽക്ക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റോട്ടിൽ കാണുന്നത് അല്ലേ. പിന്നെ റോഡിൻ്റെ സൈഡിൽ എന്താ കാണുന്നത്? സടക്ക് കിനാരെ എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡിൻ്റെ സൈഡ് ഭാഗത്തെയാണ് പറയുന്നത്. സടക്ക് കിനാരെ. റോഡിൻ്റെ സൈഡിലായിട്ട് എന്തെല്ലാം കാണാം? പോസ്റ്റർ, പേട് മരമുണ്ട്, പോസ്റ്ററുണ്ട് അല്ലേ. ഇനി എങ്ങനെ സംഭവിച്ചു, എന്ത് സംഭവിച്ചു എന്നാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. ഓക്കെ. ഇനി ഇവിടെ കുറച്ച് സെൻറ്റൻസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം. വിനു ദോസ്ത് കെ ഘർ ജാ രഹാ താ. അപ്പോൾ ഈ ആൺകുട്ടിയുടെ പേരാണ് വിനു എന്ന്. വിനു ദോസ്ത് കെ ഘർ ജാ രഹാ താ. വിനു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോകുകയായിരുന്നു. ദോസ്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം കൂട്ടുകാരൻ. ഘർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. ഘർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വീട്. ഘർ ജാ രഹാ താ വീട്ടിൽ പോകുകയായിരുന്നു. വിനു ദോസ്ത് കെ ഘർ ജാ രഹാ താ. വിനു ദോസ്ത് കൂട്ടുകാരൻ, ദോസ്ത് കെ ഘർ കൂട്ടുകാരൻ്റെ വീട്ടിൽ, ജാ രഹാ താ എന്ന് പറഞ്ഞാൽ പോകുകയായിരുന്നു. വിനു ദോസ്ത് കെ ഘർ ജാ രഹാ താ. വിനു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോകുകയായിരുന്നു. സടക്ക് പർ കേലേക്ക ചിൽക്ക പടാ താ. സടക്ക് റോഡ്, കേലേക്ക ചിൽക്ക പഴത്തൊലി, പടാ താ റോഡിൽ പഴത്തൊലി കിടപ്പുണ്ടായിരുന്നു. സടക്ക് പർ കേലേക്ക ചിൽക്ക പടാ താ റോഡിൽ എന്താണ് കിടന്നിരുന്നത്? കേലേക്ക ചിൽക്ക പഴത്തൊലി. കേല പഴം, ചിൽക്ക കേലേക്ക ചിൽക്ക പഴത്തൊലി കിടപ്പുണ്ടായിരുന്നു. പടാത കിടപ്പുണ്ടായിരുന്നു. ചിൽക്കെ പർ സൈക്കിൾ ഫിസൽ ഗയി. ഇപ്പോൾ റോഡിൽ നമ്മൾ പഴത്തൊലി ഇട്ടാൽ എന്ത് സംഭവിക്കും? പഴത്തൊലിയിൽ തട്ടിയാൽ നമ്മൾ തെന്നിപ്പോകും അല്ലേ. അപ്പോൾ ചിൽക്കെ പർ സൈക്കിൾ ഫിസൽ ഗയി. ചിൽക്കയിൽ പഴത്തൊലിയിൽ സൈക്കിൾ തെന്നിപ്പോയി. ചിൽക്കെ പർ സൈക്കിൾ ഫിസൽ ഗയി. ഫിസൽന എന്ന് പറഞ്ഞാൽ ഫിസൽ ഗയി വഴുതി വീണു. ചിൽക്കെ പർ സൈക്കിൾ ഫിസൽ ഗയി റോഡിൽ ചിൽക്കെ പർ സൈക്കിൾ ഫിസൽ ഗയി എന്ന് വെച്ചാൽ
പഴത്തൊലിയിൽ സൈക്കിൾ തെന്നിപ്പോയി. വിനു നീച്ചെ ഗിര. വിനു നീച്ചെ ഗിര. വിനു താഴെ വീണു. നീച്ചെ താഴെ. വിനു നീച്ചെ ഗിര. ഗിർന എന്ന് പറഞ്ഞാൽ അർത്ഥം വീഴുക. നീച്ചെ ഗിര താഴെ വീണു. പയർ പർ ചോട്ട് ലഗി. കാലിൽ മുറിവ് സംഭവിച്ചു. ചോട്ട് മുറിവ്. പയർ കാല്. ചോർ എന്ന് പറഞ്ഞാൽ അർത്ഥം മുറിവ്. പയർ പർ ചോട്ട് ലഗി. കാലിൽ എന്ത് സംഭവിച്ചു? മുറിവ് പറ്റി. അപ്പം കൂട്ടുകാരൻ്റെ വീട്ടിൽ പോവുകയായിരുന്നു. വഴിയിൽ അതായത് റോഡിൽ പഴത്തൊലി കിടപ്പുണ്ടായിരുന്നു. പഴത്തൊലിയിൽ സൈക്കിൾ തെന്നിപ്പോയി. വിനു താഴെ വീണു. വിനുവിന് എന്ത് സംഭവിച്ചു? കാലിൽ മുറിവ് പറ്റി. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, കോൺ ഗിര? ആരാണ് വീണത്? കോൺ ഗിര. കോൺ ഗിര? വിനു. വിനു അല്ലേ വീണത്? കോൺ ഗിര? വിനു. കേസെ ഗിര? എങ്ങനെയാ വീണത്? कैसे गिरा? എങ്ങനെ വീണു? കേലേക്ക് ചിൽക്കെ पर സൈക്കിൾ ഫിസൽക്കർ. കേലേക്ക് ചിൽക്ക പഴത്തൊലിയുടെ മേൽ കയറിയ സൈക്കിൾ തെന്നിപ്പോയി അല്ലേ? കേലേക്ക് ചിൽക്ക पर സൈക്കിൾ ഫിസൽക്കർ. कैसे गिरा? കേലേക്ക് ചിൽക്കെ पर സൈക്കിൾ ഫിസൽക്കർ. വിനു കഹാം ജാ രഹാ താ? വിനു എവിടെയാ പോകുകയായിരുന്നു? വിനു കഹാം ജാ രഹാ താ? വിനു എവിടെ പോകുകയായിരുന്നു? എവിടെയാ വിനു പോവുകയായിരുന്നത്? ദോസ്ത് കെ ഘർ അല്ലേ? കൂട്ടുകാരൻ്റെ വീട്ടിലല്ലേ വിനു പോയത്? വിനു കഹാം ജാ രഹാ താ? ദോസ്ത് കെ ഘർ കൂട്ടുകാരൻ്റെ വീട്ടിൽ. സടക്ക് പർ ക്യാ പടാ താ? റോഡിൽ എന്താണ് കിടന്നത്? സടക്ക് പർ ക്യാ പടാ താ? കേലെ കാ ചിൽക്ക പടാ താ. കേലെ കാ ചിൽക്ക. കോൺ ആര്? കൈസെ എങ്ങനെ? കഹാം എവിടെ? ഇവയെല്ലാം ചോദ്യവാക്കുകളാണ്. ചോട്ട് ലഗാനെ പർ ഹം കഹാം ജായെങ്കെ? മുറിവ് പറ്റിയാൽ നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ചോട്ട് എന്ന് വെച്ചാൽ മുറിവ്. ചോട്ട് ലഗാനെ പർ ഹം കഹാം ജായെങ്കെ? അസ്പത്താൽ അല്ലേ? ഹോസ്പിറ്റലല്ലേ നമ്മൾ പോകുക? അസ്പത്താൽ ആശുപത്രിയിൽ പോകും നമ്മൾ അല്ലേ? മുറിവ് സംഭവിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ വിനു എവിടെ പോയി? ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ വിനു അസ്പത്താൽ മീൻ. വിനു ആശുപത്രിയിൽ. വിനു അസ്പത്താൽ. അസ്പത്താൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അസ്പത്താൽ ആശുപത്രി. വിനു അസ്പത്താൽ മീൻ. വിനു ആശുപത്രിയിൽ. സൈക്കിളിൽ നിന്ന് വീണത് വിനുവിൻ്റെ കാലിൽ മുറിവ് പറ്റി അല്ലേ? സൈക്കിളിൽ നിന്ന് വീണിട്ട്. അപ്പോൾ അവൻ ആശുപത്രിയിലെത്തി. ഡോക്ടർ അവനോട് വിവരങ്ങൾ ചോദിക്കുകയാണ്. ക്യാ ഹുവ? ഡോക്ടർ എന്തെന്നാണ് ചോദിച്ചത്? ക്യാ ഹുവ? എന്തു പറ്റി? ക്യാ ഹുവ? ക്യാ ഹുവ എന്ന് ആരാ ചോദിച്ചത്? ഡോക്ടറാണ് ചോദിച്ചത് അല്ലേ? ഡോക്ടറിനെ പൂച്ച. അപ്പോൾ ഡോക്ടറിനെ പൂച്ച എന്ന് വെച്ചാൽ ഡോക്ടർ ചോദിച്ചു. പൂച്ചന എന്ന് പറഞ്ഞാൽ ചോദിച്ചു. ചോദിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. ഡോക്ടറിനെ പൂച്ച ക്യാ ഹുവ? ഡോക്ടർ ചോദിക്കുകയാണ് എന്തു പറ്റിയെന്ന്. വിനുവിനെ ക്യാ കഹാ ഹോഗ? വിനു എന്തെന്നാ പറഞ്ഞിട്ടുണ്ടാവുക? വിനു എന്തായിരിക്കും പറഞ്ഞത്? വിനുവിനെ ക്യാ കഹാ ഹോഗ? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വിനുവിനെ ക്യാ കഹാ ഹോഗ? വിനു എന്തായിരിക്കും പറഞ്ഞത്? അപ്പം എന്തായിരിക്കും വിനു പറഞ്ഞത്? डॉक्टर मैं दोस्त के घर जा रहा था. रास्ते में केले का छिलका पड़ा था. छिलके पर साइकिल फिसल गई और मैं नीचे गिरा. मेरे पैर पर चोट लगी. ഇതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ? വിനു എന്തായിരിക്കും പറഞ്ഞത്? ഡോക്ടർ मैं दोस्त के घर जा रहा था. रास्ते में केले का छिलका पड़ा था. छिलके पर साइकिल फिसल गई और मैं नीचे गिरा. मेरे पैर पर चोट लगी. ഞാൻ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോവുകയായിരുന്നു. വഴിയിൽ പഴത്തൊലി കിടപ്പുണ്ടായിരുന്നു. അതിൽ തട്ടി സൈക്കിൾ വഴുതി ഞാൻ താഴെ വീണു. എൻ്റെ കാലിൽ മുറിവ് പറ്റി. ഇതല്ലേ സംഭവിച്ചത് വിനുവിന്? അപ്പം അത് ഡോക്ടറോട് വിനു പറഞ്ഞിട്ടുണ്ടാകും അല്ലേ? വിനു എന്തായിരിക്കും പറഞ്ഞിരിക്കുക? വിനു എന്തായിരിക്കും പറഞ്ഞത്? डॉक्टर मैं दोस्त के घर जा रहा था. रास्ते में केले का छिलका पड़ा था. ഞാൻ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോകുകയായിരുന്നു. രാസ്തേ മേ വഴിയിൽ. രാസ്ത എന്ന് പറഞ്ഞാൽ വഴി.
രാസ്തേ മേ കേലേ കാ ചിൽക്ക പടാത, വഴിയിൽ കേലേ കാ ചിൽക്ക പടാത, പഴത്തൊലി കിടപ്പുണ്ടായിരുന്നു. ചിൽക്കെ പർ സൈക്കിൾ ഫിസൽ ഗയി, പഴത്തൊലിയിൽ എന്ത് തട്ടി? സൈക്കിൾ വഴുതി. മേ നീച്ചെ ഗിര, ഞാൻ താഴെ വീണു. മേരെ പൈർ പർ ചോട്ട് ലഗി, എൻ്റെ കാലിൽ മുറിവ് പറ്റി. അല്ലേ? അപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞത്? കുച്ച് ദിൻ ആരാം കർനാ ഹേ, കുച്ച് ദിൻ ആരാം കർനാ ഹേ, കുറച്ച് ദിവസം വിശ്രമിക്കണം. കുച്ച് ദിൻ, കുച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച്, ദിൻ ദിവസം, ആരാം കർനാ ഹേ, ആരാം കർണ എന്ന് പറഞ്ഞാൽ വിശ്രമിക്കണം, റെസ്റ്റ് എടുക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഹാം ജി ധന്യവാദ്, അല്ലേ? ഡോക്ടറോട് മീനു എന്താ പറഞ്ഞത്? ശരി, താങ്ക് യു, അല്ലേ? ധന്യവാദ് പറഞ്ഞാൽ അർത്ഥം താങ്ക് യു എന്നാണ് കേട്ടോ. ഹാം ജി ധന്യവാദ്, ശരി, താങ്ക് യു എന്ന് പറഞ്ഞു ഡോക്ടറോട്. വിനു ഗർമേ, വിനു ഗർമേം ആരാം കർത്തെ സമയ ക്യാ കർത്താ ഹേ, അപ്പോൾ വീട്ടിൽ വിനു വിശ്രമിക്കുകയാണ്. ആ സമയത്ത് വിനു എന്താ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. വിനു ഒരു ചിത്രകഥ വായിക്കുകയാണ്. എന്ത് കഥയാണെന്ന് നമുക്ക് നോക്കാം. एक खरगोश पेड़ के नीचे सो रहा था. एक खरगोश, ഒരു മുയൽ, पेड़ के नीचे, മരത്തിൻ്റെ ചുവട്ടിൽ, സോ രഹാ ഥാ, ഉറങ്ങുകയായിരുന്നു. ദഡാം ദഡാം ദഡാം, പെട്ടെന്ന് വലിയൊരു ശബ്ദം കേട്ട് മുയൽ ഞെട്ടിയുണർന്നു. ആസ്മാൻ നീച്ചെ ഗിര, വഹ് ചില്ലാക്കർ ഭാഗ, ആസ്മാൻ, ആസ്മാൻ ആകാശം, നീച്ചെ ഗിര താഴെ വീണു, ഇടിഞ്ഞു വീണേ, വഹ് ചില്ലാക്കർ ഭാഗ അവൻ നിലവിളിച്ചുകൊണ്ട് ഓടി. ചില്ലാന നിലവിളിക്കുക, ഭാഗ്ന ഓടുക. യഹ് സുൻകർ ലോമഡി, ബാലു, ഹാത്തി, ഹിരൺ, ബന്ദർ സബ് ഖർഗോശ് കെ പീച്ചെ ദൗഡെ. യഹ് സുൻകർ ഇത് കേട്ടിട്ട്, ലോമഡി കുറുക്കൻ, ബാലു കരടി, ഹാത്തി ആന, ഹിരൺ മാൻ, ബന്ദർ കുരങ്ങ്, സബ് ഖർഗോശ് കെ പീച്ചെ ദൗഡെ എല്ലാവരും ഖർഗോഷിൻ്റെ മുയലിൻ്റെ പിന്നാലെ ഓടി. ദൗഡ് ദൗഡ് കർവേ ഉസി പേട് കെ നീച്ചെ പഹുഞ്ചെ, അങ്ങനെ ഓടി ഓടി അവർ ആ മരത്തിൻ്റെ ചുവട്ടിലെത്തി. പേട് കെ നീച്ചെ കട്ഹൽ പടാത, അപ്പം മരത്തിൻ്റെ ചുവട്ടിൽ എന്താണ് വീണ് കിടന്നിരുന്നത്? കട്ഹൽ പടാത, ഒരു ചക്ക വീണ് കിടക്കുകയായിരുന്നു. സബീകോ ഷർം ആയി ഔർ ഹസ്നെ ലഗെ, എല്ലാവർക്കും ലജ്ജിച്ചു പോയി, എല്ലാവരും ലജ്ജിച്ചു പോയി, അവർ ചിരിക്കാൻ തുടങ്ങി. ഷർമായി, ഷർമാനാന്ന് വെച്ചാൽ ലജ്ജിച്ചു, ലജ്ജിക്കാൻ തുടങ്ങി, എല്ലാവർക്കും ഒരു ലജ്ജ തോന്നി, അവർ ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ മരത്തിൻ്റെ ചുവട്ടിൽ എന്താ വീണത്? ശരിക്കും ചക്കയാണ് വീണത്. അപ്പോൾ അത് കേട്ടിട്ടാണ് മുയൽ പേടിച്ച് ഓടിയത്. അപ്പോൾ തിരിച്ച് വന്ന് നോക്കിയപ്പോൾ എന്താണ് കിടക്കണ മരത്തിൻ്റെ ചുവട്ടിൽ? ചക്കയാണ് വീണ് കിടക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ടാണ് എല്ലാവർക്കും നാണിച്ചു പോയത്, എല്ലാവരും ലജ്ജിച്ചു പോയത്. ഇനി ഇവിടെ ഒരു ഇത് വരുന്നത്, പരിചിത ജാൻവറോ പർ ഗോല ലഗായേ, പരിചയമുള്ള മൃഗങ്ങളുടെ പേരിന് ചുറ്റും വൃത്തം വരയ്ക്കുക എന്ന് പറഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള മൃഗങ്ങളുടെ പേരിന് ചുറ്റും വട്ടം വരയ്ക്കുക. പിന്നെ ഇവിടെ പാൽത്തു ജാൻവർ, ജംഗ്ലി ജാൻവർ, നിങ്ങൾ 2 കോളം തന്നിട്ടുണ്ട്. പാൽത്തു ജാൻവർ എന്ന് വെച്ചാൽ വളർത്തു മൃഗങ്ങൾ, നമ്മൾ വീട്ടിലൊക്കെ വളർത്തൂലേ, അങ്ങനെ ആ മൃഗങ്ങളുടെ പേരേതാ. ജംഗ്ലി ജാൻവർ എന്ന് വെച്ചാൽ കാട്ടിലെ മൃഗങ്ങളുടെ പേരേതാ, വന്യമൃഗങ്ങൾ, അവരെ പേര് അവിടെ ആ കോളത്തിൽ എഴുതാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിന് മുമ്പത്തെ ക്ലാസ് ഞാനിതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടുന്നുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.